ഡേ 7 വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഇൻകം സ്ട്രീംസാണ്. ഇപ്പം എല്ലാ ആൾക്കാർക്കും ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഇൻകം സ്ട്രീം എന്ന് പറയുന്നത് എന്തായാലും അവരുടെ സാലറി ആയിരിക്കും. എനിക്കൊരു കാലത്ത് എൻ്റെ സാലറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാലറി എന്ന് പറയുന്നത് ഒരു 50,000 അടുത്തുണ്ടായിരുന്നു. 50,000 ഒന്നും ഇല്ല, ഒരു 45,000 ആയിരുന്നു സാലറി ഉണ്ടായിരുന്നത്. കൈ കിട്ടുന്നത് 43,000 രൂപയായിരുന്നു. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ കയ്യിലൊന്നും ഇല്ല. നമുക്ക് പിന്നെ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ വാട്ട് നെക്സ്റ്റ് എന്നുള്ളത് നമ്മുടെ ഫ്രണ്ടിലൊരു ചോദ്യമായിരുന്നു. അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമുക്ക് ഈ സാലറി മാത്രമല്ല വേണ്ടത്, നമുക്ക് വേറൊരു എക്സ്ട്രാ ഇൻകം സ്ട്രീമും കൂടെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഒരു സേഫായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകം സ്ട്രീം ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്കിൽസ് എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ നിങ്ങളുടെ അസറ്റ് എന്തൊക്കെയാണ്, അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. എഴുതി വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ അഫർമേഷൻ എഴുതണം. ഇതുപോലെ ഞാനൊരു എക്സ്ട്രാ ഇൻകം സ്ട്രീം നിന്നും എൻ്റെ ലൈഫിലേക്ക് അബണ്ടൻസ് വരും, ഞാൻ മണി മാഗ്നറ്റാണ്, എൻ്റെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് വേയിലൊക്കെ പൈസ വരുന്നുണ്ട്, ഞാൻ എൻ്റെ ചലഞ്ചസൊക്കെ ഓവർകം ചെയ്യാൻ റെഡിയാണ് എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ അഫർമേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ ഡേ 7 ടാസ്ക് എന്ന് പറയുന്നത്.